ഹലോ. ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ദലിയ എന്നാണ് ഇവിടെ പറയുന്നത്. തീരെ പൊടിയായിട്ടുള്ള ദലിയല്ല, അത്യാവശ്യം വലിപ്പമുള്ളതാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. നുറുക്ക് ഗോതമ്പ് വെച്ച് നമ്മൾ ചെയ്യാറില്ലേ, നുറുക്ക് ഗോതമ്പ് എന്നും പറയാം, പക്ഷേ അത്രയ്ക്ക് വലിപ്പമില്ല. അതിലും കുറച്ചുകൂടെ വലിപ്പമുള്ള ദലിയാണ്. ഇപ്പോൾ 1 കപ്പ് ദലിയയ്ക്ക് 2 കപ്പ് എന്നുള്ള പോലെ കുക്കറിലിട്ട് ഞാൻ 1-2 വിസിലിട്ടൊന്ന് അടുപ്പിച്ചെടുക്കും കേട്ടോ. പിന്നെ അതിൽ ചേർക്കാനുള്ള ശർക്കര നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല കളറുള്ള അതായത് ഉരുകി കഴിയുമ്പോൾ നല്ല കളറുള്ള ശർക്കര എടുക്കാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ പായസമാകെ വെളുത്ത പോലെ ഇരിക്കും. ശർക്കരയൊക്കെ അതാ ഒന്ന് ഉരുകി തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർക്കുന്ന തേങ്ങാപ്പാലല്ല, പശുവും പാൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത്. സാധാരണ ശർക്കര ചേർത്തുണ്ടാക്കുന്ന പായസത്തിൽ പശുവും പാൽ ഒഴിക്കും പിരിഞ്ഞു പോകും എന്നുള്ളൊരിതൊക്കെ ഇല്ലേ, അത് ഡയറക്റ്റ് പാൽ ഒഴിക്കാതിരുന്നാൽ മതി. ഒരു പാത്രത്തിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് പാലൊഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ലേശം വെള്ളം ഒഴിക്കുന്നത് വെച്ചാൽ അടി പിടിക്കാതിരിക്കാനാണ് പാലിൻ്റെ. അങ്ങനെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുമ്പം പാത്രത്തിൻ്റെ അടിവശത്ത് പാല് കട്ടയായിട്ട് പിടിക്കത്തില്ല. അപ്പോൾ പാല് തിളപ്പിച്ച് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നെയ്യ്, കുറച്ച് തേങ്ങാക്കൊത്ത്, ഇച്ചിരി ഉണക്കമുന്തിരി, അതിപ്പോൾ കറുത്ത മുന്തിരിയോ വെളുത്ത മുന്തിരി ഏതായാലും കുഴപ്പമില്ല. പിന്നെ കിസ്മിസ് വേണം കേട്ടോ. കിസ്മിസല്ല, കാജു വേണം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കിയിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ച് ചെറുതായിട്ട് ഉരുകി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ദലിയ ഉരുളിക്കകത്തിട്ടിട്ട് നല്ലപോലെ നെയ്ക്കകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ, ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന അരിച്ച് വെച്ചിട്ട് അത് കുറേശ്ശെയായിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അടി പിടിക്കാതിരിക്കാൻ. ശർക്കര ഉരുക്കി വെച്ചത് മുഴുവൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ദലിയ ശർക്കര എല്ലാം കൂടെ ഉരുളിക്കകത്തോടെ നല്ലപോലെ ഒന്ന് മിക്സ് ആവണം. അത് ജസ്റ്റ് ആ ശർക്കരയായിട്ടൊന്ന് വെന്ത് ഒരു പാകത്തിന് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് കുറേശ്ശെ, ആദ്യമേ തന്നെ മൊത്തം ഒഴിക്കേണ്ട കാര്യമില്ല, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന പാല് മൊത്തത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് തരാം. അത്രയും കളറുള്ള ശർക്കര എടുത്തിട്ട് തന്നെ പായസത്തിൻ്റെ കളർ ഇതാണ്, പക്ഷേ ഇത് കുറുകി വരുമ്പോൾ കളർ കുറച്ചുകൂടെ മാറും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് അതിൻ്റെ മുകളിലോട്ട് തൂവി കൊടുക്കാം. ഞാനതൊന്ന് ചതച്ചിട്ടുള്ളൂ, ചിലർക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് പൊടിച്ചിട്ട് ഏലക്ക പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം. ചതച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. അതൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് ചുക്കുപൊടിയാണ്. ചുക്കുപൊടി അതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് വെതറി കൊടുക്കണം. ചുക്കുപൊടി വെതറുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിവിടെ ഒഴിച്ച പാല് നിങ്ങൾ കണ്ടല്ലോ, ഇത് പിരിഞ്ഞൊന്നും പോയിട്ടില്ല ശർക്കരയുടെ കൂടെ ഒഴിച്ചപ്പം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് ഇപ്പം ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടില്ല, എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല, പിന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പായസമൊക്കെ അതാ കുറുകി സെറ്റായിട്ടുണ്ട്. പായസം വാങ്ങി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പോടെ വാങ്ങിച്ച് വറുത്ത് അതിന് മേലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.